വിദ്വേഷവും വർഗീയതയും നിറഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ ഭരണത്തിന് ശേഷം മോദി പ്രഭാവം തകർന്നതിന്റെ ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. 400 സീറ്റ് ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബിജെപി ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ കൂപ്പുകുത്തിയപ്പോൾ മോദി ഗ്യാരണ്ടിയും പൊളിഞ്ഞു. നരേന്ദ്രമോദി അധികാരമേൽക്കുന്നതിന് തൊട്ടുമുമ്പ് ലോകപ്രസിദ്ധമായ ടൈം മാഗസിനിൽ വന്ന മോദിയെക്കുറിച്ചുള്ള ഒരു കവർ സ്റ്റോറിയുടെ തലക്കെട്ട് ഇന്ത്യാസ് ഡിവൈഡർ ഇൻ ചീഫ് എന്നായിരുന്നു. അതായത് ഇന്ത്യയുടെ വിഭജകൻ. വർഗീയതയും കോർപ്പറേറ്റ് ചങ്ങാത്തവും തിമിർത്താടിയ ഒരു ദശകത്തിനു ശേഷം ജനവിധി ആ വിശേഷണത്തിന് അടിവരയിടുകയാണ്. 140 കോടി ജനങ്ങളെ നയിക്കേണ്ടുന്ന പ്രധാനമന്ത്രി ആ പരമോന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നടത്തിയ കൊടിയ വർഗീയ പരാമർശങ്ങളുടെ വിഷപടലങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടില്ല. 10 വർഷത്തെ സ്വന്തം ഭരണനേട്ടങ്ങൾ പറഞ്ഞുള്ള പ്രചരണം ഫലം കാണുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് മോദി അവസാനത്തെ ആയുധം പുറത്തെടുത്തത്. മുഖ്യമന്ത്രിയായ കാലത്ത് ഗുജറാത്തിൽ മുസ്ലിങ്ങളെ ലക്ഷ്യമാക്കി പയറ്റിയ അതേ വിദ്വേഷ തന്ത്രം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അവിടെ നോക്കുകുത്തിയായി. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ പരാജയഭീതി പിടികൂടിയ മോദിയുടെ പതനത്തിൽ എന്നാൽ വിധി വന്നതോടെ തീർപ്പാവുകയാണ്. 2014 മോദി രക്ഷകനെന്ന പരിവേഷവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബിജെപി തനിച്ചു നേടിയത് 252 സീറ്റാണ്. NDAക്ക് മൊത്തത്തിൽ ലഭിച്ചത് 336 സീറ്റ്. 2019 പുൽവാമ ബാലക്കോട്ട് സംഭവങ്ങളുടെ ഫലത്തിൽ അതിദേശീയത ആളിക്കത്തിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ബിജെപി ഒറ്റയ്ക്ക് 303 സീറ്റ് നേടി. NDAക്ക് 352 സീറ്റും. എന്നാൽ ഇത്തവണ തനിച്ചു ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയതോടെ ആ ഏകാധിപത്യത്തിന് ഇനി അധികം ആയുസില്ല എന്ന സന്ദേശമാണ് ലഭിക്കുന്നത്. ഫാസിസ്റ്റ് തന്ത്രങ്ങളും വർഗീയ പ്രചരണങ്ങളും കൈമുതലാക്കി സ്വന്തം പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കളെ വെട്ടിനിരത്തി ഡൽഹിയിൽ അധികാരം പിടിച്ചെടുത്ത മോദിയെ ഇനി കാത്തിരിക്കുന്നത് അപ്രതിരോധ്യങ്ങളായ പടയൊരുക്കങ്ങളായിരിക്കും. ഏത് വിധേനയും മോദി അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുമെങ്കിലും ധ്യാനത്തിൽ നിന്ന് സൂപ്പർമാൻ പദവിയിലേക്ക് ഉയർന്നു വരാമെന്ന സകല വ്യാമോഹങ്ങളും തകർന്നടിഞ്ഞിരിക്കുന്നു. ജനാധിപത്യവും സാമൂഹ്യനീതിയും കാക്ഷിക്കുന്ന മനുഷ്യർ വിഭജനത്തിന്റെയും വെറുപ്പിന്റെയും വിനാശത്തിന്റെയും രാഷ്ട്രീയത്തിന് മറുപടി നൽകുന്ന ഈ പ്രക്രിയ തുടർന്നാൽ മോദി കാലത്തിന് പൂർണ്ണമായും തിരശീല വീഴുന്ന അസുലഭ മുഹൂർത്തം അകലെയല്ല. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.